ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. തമ്പ്ലൈനിൽ കണ്ടതുപോലെ തന്നെ സാറിൻ്റെ ഡെയിലി റൂട്ടീൻ എങ്ങനെയാണ്, സാർ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ തയ്യാറാക്കാവോ എന്ന് ഒരുപാട് തവണ നിരന്തരം എനിക്ക് വാട്സപ്പിലൂടെയും യൂട്യൂബ് കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ഒരു ഏത് തരം ക്രമത്തിലാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എൻ്റെ ഡെയിലി റൂട്ടീൻ എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഈ വീഡിയോ മുഴുവനും കാണുക. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് നിലനിൽക്കാനും ആ ഒരു ഹയർ വൈബ്രേഷൻ ഫ്രീക്വൻസിക്ക് നിൽക്കുവാനും നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ ഗ്രൂപ്പ് നിങ്ങളെ നല്ലപോലെ സഹായിക്കും. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻ സെഷൻസും ഫ്രീ സെഷൻസൊക്കെ നമ്മൾ വീക്കെൻഡിലുകളിൽ ആഴ്ചയിൽ അവസാനങ്ങളിൽ നമ്മൾ നടത്തി വരുന്നുണ്ട്. തികച്ചും സൗജന്യമാണ്. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ ആഗ്രഹിക്കേണ്ടതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് പ്രചോദനം നൽകുന്നുണ്ട്. അതുപോലെ ഇനിയും സപ്പോർട്ട് തരിക. ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, സാധാരണഗതിയിൽ ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും അന്നത്തെ ദിവസമല്ല, ഞാൻ തലേ ദിവസം എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയെന്നാൽ ഞാൻ ഉറങ്ങാൻ പോകുന്ന മുന്നേ തന്നെ പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കി വയ്ക്കും. അതിന് നമ്മൾ പറയുന്നൊരു പേരാണ് ടു ഡു ലിസ്റ്റ് എന്ന് പറയും. അതായത് നാളെ എനിക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ഞാൻ എന്താണ്, എങ്ങനെയാണ്, ഏത് സമയത്തിനായിരിക്കണം എന്നൊക്കെ വളരെ വിശദമായി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടായിരിക്കും ഞാൻ കിടക്കുന്നത്. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയുടെ സമയം ഏറ്റവും കൂടുതൽ ചോർന്നു പോകുന്ന എവിടെയെന്ന് ചോദിച്ചാൽ അവൻ പിറ്റേ ദിവസം എണീറ്റിട്ട് ഇന്ന് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താൽ കൊള്ളാം, എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചുമ്മാ ആലോചിച്ചുകൊണ്ടിരുന്ന് ഏകദേശം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ 2-3 മണിക്കൂറോളം അവിടെ തീർന്നിട്ടുണ്ടാവും. ആകെ കൂടെ നമുക്ക് കിട്ടുന്നത് 24 hours നമ്മൾ 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ കിടന്നുറങ്ങും, ടി വി കാണും, ഭക്ഷണം കഴിക്കും, അങ്ങനെ ഉറങ്ങും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് ടോട്ടൽ നമുക്ക് കിട്ടുന്നത് ഒരു പക്ഷേ 8-9 മണിക്കൂറായിരിക്കും. ആ 8-9 മണിക്കൂർ തന്നെ നമ്മൾ 3 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെച്ചാലോ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനാണ് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഞാൻ കിടക്കാൻ പോകും. ഇന്ന് ഞാൻ ചെയ്യുന്നത് രാവിലെ എണീറ്റ ഉടനെ ഫസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയും. ഗ്രാറ്റിറ്റ്യൂഡ് ഡീറ്റെയിലിംഗ് ആയിട്ടല്ല, ഞാൻ ഭഗവാനോട് പറയുന്നത്, എൻ്റെ ഭഗവാനെ താങ്ക് യു സോ മച്ച്, ഇന്നൊരു പുതിയ ജന്മം നൽകിയതിന്, അല്ലെങ്കിൽ പുതിയൊരു ജീവിതം നൽകിയതിന്, പുതിയൊരു ദിനം നൽകിയതിന് താങ്ക് യു സോ മച്ച്. എൻ്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു എന്ന് പറയും. ശ്വാസം ലഭിച്ചത് നന്ദി, ഭൂമിയിൽ കാലുകുത്താൻ സാധിക്കുന്ന നന്ദി. ഇങ്ങനെ എനിക്കപ്പം വരുന്ന കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ആ ഗ്രാറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും, അങ്ങയോട് ഞാൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ സമർപ്പിക്കും. രണ്ടാമത് ചെയ്യുന്നത്, ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രഷപ്പ് ആവും. അവിടെ എവിടെയും കറങ്ങി നിൽക്കത്തില്ല, മൊബൈൽ യൂസ് ചെയ്യത്തില്ല, നേരെ ഞാൻ പെട്ടെന്ന് പോയി ഫ്രഷപ്പായിട്ട് ഞാൻ ചെയ്യുന്ന അടുത്തൊരു കാര്യമാണ്, ഒന്നുകിൽ ഞാൻ എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ യോഗ. ഈ രണ്ടിൽ ഏതെങ്കിലും ഞാൻ ഒന്ന് ചെയ്യും. ഒരു പക്ഷേ ക്ലൈമറ്റിൻ്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എക്സസൈസ് ഒഴിവാക്കിയിട്ട് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ് ചെറുതായിട്ട് പറയും. രണ്ടാമത്തത് ഞാൻ സ്റ്റെപ്പിലേക്ക് പോകുമ്പം എക്സസൈസ് അല്ലെങ്കിൽ യോഗ ഞാൻ ചെയ്യും. എക്സസൈസോ യോഗയോ ചെയ്യാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് ധ്യാനത്തിലേക്ക് കയറും. ധ്യാനം ഞാൻ എങ്ങനെ പോലും ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂറോളം ധ്യാനത്തിലിരിക്കും. നല്ലപോലെ ഡീപ്പായിട്ട് ധ്യാനത്തിലേക്ക് ഞാൻ ഇരിക്കും. ആ ധ്യാനാവസ്ഥയിൽ നിന്നും പതുക്കെ ഞാൻ മാറി വരുമ്പോൾ പ്രയറിലേക്ക് ഞാൻ പോകും. പ്രാർത്ഥന, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ആ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കും. 1-2 കാര്യങ്ങൾ ഞാൻ പറയും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഒരു വേ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഫോമിലായിരിക്കും ഞാൻ അദ്ദേഹത്തോട് പ്രേ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ ഒരുപാട് തലങ്ങളിൽ നമ്മൾ തെറ്റായ രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കണത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നോക്കാം. അപ്പോൾ പ്രാർത്ഥിക്കുന്ന രീതി ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഫോമിലായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ പ്രയർ ഫോം എന്ന് ഞാൻ പറയും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് രാവിലെ എണീറ്റ ഉടനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയും. രണ്ടാമത്തത് ഞാൻ എക്സസൈസ് അല്ലെങ്കിൽ യോഗ ചെയ്യും. മൂന്നാമത്തത് ഞാൻ പറയുന്നത് മെഡിറ്റേഷനിലേക്ക് പോകും. ഇനി നാലാമത്തത് വളരെ പവർഫുള്ളായിട്ടുള്ള
ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് വിഷ്വലൈസേഷൻ, ദൃശ്യവൽക്കരണം. എനിക്ക് എന്താണോ വേണ്ടത്, എൻ്റെ ലക്ഷ്യങ്ങൾ എന്താണോ, എൻ്റെ ഗോളുകൾ എന്താണോ, എൻ്റെ സ്വപ്നം എന്താണോ, അത് നന്നായിട്ട് ഞാൻ ദൃശ്യവൽക്കരിക്കും. എങ്ങനെയാ? ഈ നിമിഷം അത് സംഭവിക്കുന്ന പോലെ 5 ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് അത് ഞാൻ ദൃശ്യവൽക്കരിക്കും. വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ദൃശ്യവൽക്കരിക്കും. എത്രത്തോളം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എനിക്കതിൽ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിലിംഗ് ഞാൻ വിഷ്വലൈസേഷൻ ഞാൻ ചെയ്യും. ചിലപ്പോൾ അത് ഞാനൊരു 5 മിനിറ്റ്സ് 6 മിനിറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ എടുക്കും. 5-6 മിനിറ്റോളം ഞാൻ വിഷ്വലൈസേഷന് വേണ്ടി ഞാൻ മാറ്റി വയ്ക്കാറ്. അടുത്ത് വിഷ്വലൈസേഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ ചെയ്യുന്നതാണ് അഫർമേഷൻസ്. അഫർമേഷൻസ് അറിയാലോ, അഫർമേഷൻ സ്ഥിരീകരണങ്ങൾ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥിരീകരണങ്ങൾ എനിക്കുണ്ട്, ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻസ് ഞാൻ എപ്പോഴും കൊടുക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് ഞാൻ എപ്പോഴും പ്രയോറിറ്റി കൊടുത്തിട്ട് മാത്രമേ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകാറുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ആരോഗ്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ എത്ര ധനം വേണോ, എന്തൊക്കെ വേണോ, പ്രശസ്തി എന്ത് വേണോ നമുക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ എപ്പോഴും കൊടുക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതും മറ്റു കാര്യങ്ങളൊക്കെ അഫർമേഷൻസ് ഞാൻ പറയും. അതിനുശേഷം ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്തൊരു കാര്യമാണ് വാട്ടർ ടെക്നിക്ക്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് വാട്ടർ ടെക്നിക്ക്. എത്ര തിരക്കുണ്ടെങ്കിലും ഞാനൊരു 3 മിനിറ്റ് വാട്ടർ ടെക്നിക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഏത് കാര്യത്തിലേക്ക് ഞാൻ പോകത്തുള്ളൂ. അപ്പോൾ വാട്ടർ ടെക്നിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. വാട്ടർ ടെക്നിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഉറപ്പായും ഞാൻ ഈ ചാനലിൽ വാട്ടർ ടെക്നിക്കിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിർബന്ധമായി നിങ്ങൾ ചെയ്യണം. അവിടെയും ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി ആരോഗ്യത്തിന് കൊടുത്തിട്ട് വേണ്ടി മാത്രമേ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോവുള്ളൂ. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ആദ്യം എണീറ്റ ഉടനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയും, പിന്നെ എക്സസൈസ് അല്ലെങ്കിൽ യോഗ ചെയ്യും, പിന്നെ മെഡിറ്റേഷൻ ചെയ്യും, പിന്നെ അതിന് ശേഷം ഞാൻ പ്രയർ ഞാൻ ചെയ്യും. അതിനുശേഷം വിഷ്വലൈസേഷൻ, അഫർമേഷൻ, വാട്ടർ ടെക്നിക്ക്. എന്നെ ഇത്രത്തോളം വളർത്താൻ സഹായിച്ച ഒരു ഭാഗമെന്നത് വായനയാണ്. വായനാശീലം അല്ലെങ്കിൽ റീഡിംഗ് എന്ന് നമുക്ക് പറയാം. ദിവസവും കുറഞ്ഞത് ഞാൻ ഒരു 3 പേജ് മുതൽ 5 പേജ് വരെ ഞാൻ വായിക്കാതെ ഉറങ്ങാറില്ല. അത് ഞാൻ അത്രത്തോളം സിസ്റ്റമാറ്റിക്കായിട്ട് കീപ്പ് ചെയ്തു പോകുന്നൊരു സംഭവം വായനാശീലം, അല്ലെങ്കിൽ നമ്മൾ വായിക്കുക, റീഡിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. എപ്പോഴും നോളേജ് ഈസ് പവർ എന്ന് പറയുന്നത് വെറുതെ അല്ല. നമ്മൾ എത്രത്തോളം നമുക്ക് നോളജ് കിട്ടുന്നു, എത്രത്തോളം നമുക്ക് അറിവ് കിട്ടുന്നു, അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റും, നമുക്ക് സക്സസ് നേടാൻ പറ്റും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് നോളജ് ഉണ്ട്. നമുക്ക് നോളജ് ഇല്ലാതെ പറ്റത്തില്ല. നോളജ് ഈസ് പവർ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെയും ഞാൻ എന്ത് ചെയ്യും, ഒരു 3 മുതൽ 5 പേജ് വരെ വായിക്കും. ഫസ്റ്റ് ഞാൻ റീഡിങ്ങിൽ പ്രയോറിറ്റി ഞാൻ കൊടുക്കാറുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളിലേക്ക് ഞാൻ മൂവ് ചെയ്യാറുണ്ട്. സോ ഈ വർക്ക് സൂചിപ്പിക്കുന്നത്, വർക്ക് എന്താണെന്ന് പറയാം, എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആക്ഷൻ എടുക്കും. എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആക്ഷൻസ് എടുക്കും. മടിച്ചിരിക്കില്ല, കംഫോർട്ട് സോണിൽ ഇരിക്കത്തില്ല. എത്രത്തോളം കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമോ അത്രത്തോളം ഞാൻ ചെയ്യും. ബിക്കോസ് ലോ ഓഫ് ആക്ഷനാണ്. ലോ ഓഫ് ആക്ഷനിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. വി ഹാവ് ടു വർക്ക്. ഉറപ്പായും ആക്ഷൻ എടുത്തേ മതിയാവത്തുള്ളൂ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ സഹായിച്ച ഒരു പവർഫുൾ മന്ത്രയുണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മന്ത്ര ഗ്രാറ്റിറ്റ്യൂഡ്. എങ്ങനത്തെ ഗ്രാറ്റിറ്റ്യൂഡ്? ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്, ഓരോ നിമിഷവും ഞാൻ നന്ദി പറയും. എന്നിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങൾക്കും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. ഏത് കാര്യത്തിൽ ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. ഒരു അനുഭവം ഉണ്ടായി അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. ഒരു മനുഷ്യൻ്റെ സഹായം ഉണ്ടായി, ഗ്രാറ്റിറ്റ്യൂഡ്. എവറിത്തിങ്. അപ്പം എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻ്റെ ഡേ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലും ഞാൻ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഫുൾ ടൈം. ഏറ്റവും കൂടുതൽ എൻ്റെ വായിൽ വരുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് എന്ന് പറയാം, ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഗോഡ്. ഇപ്പോൾ എനിക്ക് എന്താണോ ഉള്ളത് അതിൽ ഞാൻ പൂർണ്ണമായും സന്തോഷത്തിലും ആനന്ദത്തിലുമാണ്. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഐ ഹാവ് റൈറ്റ് നൗ. എൻ്റെ ഭഗവാനെ, എനിക്കിപ്പോൾ എന്താ ഉള്ളത് അതിന് ഞാൻ വളരെ സന്തോഷവാനുമാണ്, ആനന്ദം നിറഞ്ഞതുമാണ്. ഞാൻ അങ്ങനെ എപ്പോഴും പറയേണ്ടത്. ബിക്കോസ് എപ്പോഴാണോ നമുക്ക് ഒരു കാര്യം ഇല്ല അതിൽ നമ്മൾ ആലോചിച്ച് ദുഃഖിക്കുന്നത്, അപ്പോൾ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് കിട്ടുമോ. നമുക്ക് എന്താണോ ഉള്ളത് അതിനെക്കുറിച്ച് നമുക്ക് നന്ദി പറയാൻ പറ്റുമെങ്കിലോ നമ്മളെപ്പോഴും സന്തോഷത്തിലായിരിക്കും. കൂടുതൽ നമ്മൾ അബണ്ടൻസ് നമ്മളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കും.
അതുപോലെ തന്നെ വർക്കെല്ലാം കഴിഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടതിൽ അല്ലെങ്കിൽ കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമൊക്കെ ആണെങ്കിൽ എൻ്റെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കും. അതിനിവിടെ ഒരുപാട് അവസരങ്ങളുണ്ട്. യൂട്യൂബ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റു പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് പിന്നെ വായിക്കാം, മാഗസീൻസ് ഉണ്ട്. സോ എവിടെ നിന്നൊക്കെ എൻ്റെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടോ, ഡേറ്റാസ് കിട്ടുന്നുണ്ടോ, അതെല്ലാം ഞാൻ നോട്ട് ഔട്ട് ചെയ്യും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും, പ്രാക്ടീസസ് ചെയ്യും. ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യും, ബിറ്റ്വീൻ ടൈമിൽ കിട്ടുന്ന സമയം ഒരിക്കലും ഞാൻ പാഴാക്കാറില്ല. ആ പാഴാക്കാതെ എൻ്റെ ഗോൾ എന്താണോ, എൻ്റെ ലക്ഷ്യം എന്താണോ, അതിലേക്ക് എത്താനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള ഇൻഫർമേഷൻ എനിക്ക് എവിടെ നിന്ന് കിട്ടണം, അതിനുള്ള ഡേറ്റാസ് എവിടെ നിന്ന് കളക്ട് ചെയ്യണം, അതിനുള്ള സ്കില്ലുകൾ ഞാൻ എങ്ങനെ വർദ്ധിപ്പിക്കണം, ലൈക്ക് പീപ്പിൾ മാനേജ്മെൻറ്റ്, ആൾക്കാരെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി, എങ്ങനെയാണ് കൃത്യമായിട്ടും ആശയവിനിമയം നടത്തേണ്ടത്. സോ ഇതൊക്കെ എൻ്റെ ഡ്രീംസ്, ഗോൾസിലേക്ക് എത്താനുള്ള ഓരോരോ സ്കില്ലുകളാണ്. അപ്പോൾ അതെനിക്ക് വർദ്ധിപ്പിച്ചേ പറ്റുള്ളൂ. റൈറ്റ്? മനസ്സിലാവേണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും എൻ്റെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ സമയം കണ്ടെത്താറുണ്ട്. ഓക്കെ, അവസാനം വൈൻഡപ്പിലേക്ക് പോകുന്നു. ഡേ എൻഡിലേക്ക് പോകുമ്പോൾ വീണ്ടും ഞാൻ കിടക്കാൻ പോകുന്ന മുന്നേ, ഉറങ്ങാൻ പോകുന്ന മുന്നേ വീണ്ടും ഞാൻ ബുക്ക് എടുക്കും. 3 മുതൽ 5 പേജ് വരെ ഞാൻ വായിക്കും. ഡിപ്പെൻഡ്സ് ഓൺ ടൈം ആൻഡ് ആ എനർജി ലെവൽ. വായിക്കാതെ ഞാൻ ഉറങ്ങാറില്ല. ഇമ്പോർട്ടൻറ്റ്, ഏത് ബുക്സ് വായിക്കണം. ഒരുപാട് ആൾക്കാർക്ക് വായിക്കാൻ ഇഷ്ടമാണ്, വായിക്കുന്നുണ്ട്, പക്ഷേ ഏത് ബുക്ക് വായിക്കണം എന്നറിയില്ല. കുറേ ആൾക്കാർ ഹിസ്റ്ററി ബുക്ക് വായിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ഫിക്ഷൻ വായിക്കുന്നുണ്ട്. ബട്ട് ഇത് വായിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. ദാറ്റ്സ് അപ് ടു യു. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വായിക്കാം. പക്ഷെ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, സെൽഫ് ഹെൽപ്പ് ബുക്സ്, നിങ്ങളെ വളർത്താനായിട്ട് സഹായിക്കുന്ന ബുക്കുകൾ വായിച്ചാൽ നിങ്ങൾ വളരും. നിങ്ങൾ വളരുന്നതോടൊപ്പം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് വളരെ വേഗം എത്താനും പറ്റും. ഞാൻ എപ്പോഴും വായിക്കുന്നത് സെൽഫ് ഹെൽപ്പ് ബുക്സ് ആയിട്ടുള്ള മോട്ടിവേഷൻ ബുക്സും, അതുപോലെ എന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എനിക്ക് നോളജ് കിട്ടുന്ന എൻ്റെ ടേസ്റ്റിനനുസരിച്ചുള്ള ബുക്സാണ് ഞാൻ വായിക്കുന്നത്. അവസാനം പക്ഷേ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തത് ഗ്രാറ്റിറ്റ്യൂഡ്. അതിന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലോ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണോ ഉണ്ടാവും. സോ ഇതിൽ രണ്ടിലേതെങ്കിലും ഞാൻ യൂസ് ചെയ്യും. എങ്ങനെയാണ്? അന്ന് രാവിലെ മുതൽ രാത്രി വരെ, ഇപ്പം ഇരിക്കുന്നത് വരെയും എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പ്രപഞ്ചനാഥന്, യൂണിവേഴ്സിന്, എൻ്റെ ഭഗവാന്, അതുപോലെ എന്നെ സഹായിച്ച എല്ലാ വ്യക്തികൾക്കും, ആ സാഹചര്യങ്ങൾക്ക് എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. മനസ്സിലാവുണ്ടോ? സോ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. തുടങ്ങുന്നതും ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കണം, അവസാനിക്കുന്നതും ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കണം. അഫ്കോഴ്സ് നാളത്തേക്ക് വേണ്ട എന്താ കാര്യങ്ങളുള്ള ടു ഡു ലിസ്റ്റ് തയ്യാറാക്കും. സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോയി കിടന്നുറങ്ങും. ഈ പറഞ്ഞതൊക്കെ നോർമൽ പീപ്പിളിന് ഫോക്കസ് ചെയ്ത് ഫോളോ ചെയ്ത് വരാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഡെയിലി റൂട്ടീൻസാണ്. ഓക്കെ, നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്ത് വരാം. പക്ഷേ ഇത് ഞാൻ പറയുന്നത് പുറമേയുള്ള ഭാഗമാണ്. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വെറുതെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയല്ല. വിത്ത് ഓൾ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, ഇൻതൂസിയാസായിട്ട്, വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോട് കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തിനാ ഞാൻ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, 2024 അവസാനിക്കാറായി. 2025 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ, 1-2 മാസങ്ങളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 2025 വന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യണ്ട, 2024 സ്റ്റാർട്ട് ചെയ്ത് സ്മൂത്തായിട്ട് ആ ഫ്ലോയിൽ പോകും. 2025 നിങ്ങളുടെ വർഷം. 2025 വന്ന് തീരുമാനിക്കരുത്. 2024 ഇപ്പോൾ തീരുമാനിച്ച് അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായും യൂട്യൂബിൽ കമൻ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, ആരോഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു.